തൊലിപ്പുറത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ഈ നടപ്പാക്കി വന്നപ്പോഴുള്ള പ്രശ്നങ്ങൾ, അതിലുള്ള ഉത്തരവാദിത്തം എന്നതുകൂടി അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അത് പറയുന്നില്ല. ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഡേറ്റ സഹിതമല്ലല്ലോ പറയാം. കുറേ കണക്കുകൾ അവതരിപ്പിക്കുന്നു, സർക്കാരിൻ്റെ അവകാശവാദമായി പറയുന്നു. ആ കണക്കുകൾ ശരിയാണോ തെറ്റാണോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? എല്ലാ കൊല്ലവും പ്രോഗ്രസ് റിപ്പോർട്ട് പിണറായി വിജയൻ അവതരിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 2024 പ്രോഗ്രസ് റിപ്പോർട്ട് എപ്പോഴാണ് വന്നതെന്നറിയോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷമാണ്. അപ്പോഴും ആ പ്രോഗ്രസ് റിപ്പോർട്ടാണ്. അപ്പോൾ അതിനു മുന്നേ തന്നെ അതിൽ മാർക്കിട്ടത് ആരാണ്? ജനം മാർക്കിട്ട് കഴിഞ്ഞതിന് ശേഷം വരുന്ന പ്രോഗ്രസ് റിപ്പോർട്ടാണ്. ഞങ്ങൾ തന്നെ പരീക്ഷ എഴുതുന്നു, ഞങ്ങൾ തന്നെ മാർക്കിടുന്നു എന്നതല്ലേ ഈ പ്രോഗ്രസ് റിപ്പോർട്ട്? അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുക? ഞങ്ങൾ എഴുതിയ പരീക്ഷയ്ക്ക് ഞങ്ങളിതാ ഇത്ര മാർക്ക് കൊടുത്തിരിക്കുന്നു, ഞങ്ങളിതാ ഇത്രയും നടപ്പാക്കിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ അതിലൊരു പ്രശ്നമുണ്ട്. മാർക്കിടേണ്ടത് ജനങ്ങളാണ്, അത് തെരഞ്ഞെടുപ്പിലൂടെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്നെങ്ങനെയാണ് പറയുക? ഉള്ള പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നൊരു വിഷയം കൂടിയുണ്ട്. ഇവിടെ സമരങ്ങളുണ്ട്, വിവിധ സമരങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കരഞ്ഞുകൊണ്ടും സഹനം കൊണ്ടും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങൾ, ദിവസങ്ങളായി തുടരുന്ന സമരങ്ങളുണ്ട്. അതിനോടൊക്കെയുള്ള നിലപാട് എന്താണ്?